ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെ ഒത്താശയോടെ കോടികളുടെ കടമുറി അഴിമതിയും ഗുരുതരമായ ക്രമക്കേടുകളും നടക്കുന്നതായി ആക്ഷേപം ശക്തമാകുന്നു. പഞ്ചായത്തിന് കീഴിൽ വിവിധ സ്ഥലങ്ങളിലായി ഏകദേശം 80ഓളം കടമുറികളാണ് നിലവിലുള്ളത്. ഇതിൽ 60ഓളം റൂമുകൾ വാടകയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് CCVയുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ചേലക്കര ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഇടത്തിൽ 42 കടമുറികളിൽ 38 കടകളാണ് വാടകയ്ക്ക് നിലവിലുള്ളത്. എന്നാൽ ഇതിൽ മുൻകാലങ്ങളിൽ ലേലമെടുത്ത വ്യക്തികൾ മരണപ്പെട്ടു പോയിട്ടും അവരുടെ പേരിലുള്ള കടമുറികൾ യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഭീമമായ തുകയ്ക്ക് മറിച്ചു നൽകിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കടമുറികളിൽ നിന്നും ഏകദേശം 4500 രൂപ മാത്രമാണ് പ്രതിമാസം പഞ്ചായത്തിന് വാടക ലഭിക്കുന്നത്. എന്നാൽ ഈ മുറികൾ സ്വന്തമാക്കിയ വൻകിടക്കാർ പഞ്ചായത്തുമായുള്ള കരാർ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തി മറ്റ് വ്യാപാരികൾക്ക് മറിച്ചു നൽകി മാസം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ തട്ടിയെടുക്കുന്നുവെന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ലേലം വഴി മുറികൾ കൈക്കലാക്കിയ പലരും വർഷങ്ങൾക്ക് മുൻപ് തന്നെ മരണപ്പെട്ടിട്ടും അവരുടെ പേരിൽ തന്നെയാണ് ഇന്നും പഞ്ചായത്തിൽ വാടക കരാറുകൾ തുടരുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരവും CCVയുടെ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. മരിച്ചവരുടെ പേരിൽ വ്യാജമായി വാടക കരാർ പുതുക്കിക്കൊണ്ട് ഇടനിലക്കാർ നടത്തുന്ന ഈ പകൽ കൊള്ളയ്ക്ക് കണ്ണടച്ചു പിടിച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനായി പുതിയ കെട്ടിടങ്ങളും വികസന പദ്ധതികളും കൊണ്ടുവരുമെന്ന് അവകാശപ്പെടുന്ന പുതിയ ഭരണസമിതി കോടികൾ വരുമാനം ലഭിക്കേണ്ട ഈ വലിയ വഴി തിരിഞ്ഞു നോക്കാതെ ആസ്തി വികസന കാര്യങ്ങളിൽ കടുത്ത അനാസ്ഥയും അലംഭാവവുമാണ് കാട്ടുന്നത്. ജനങ്ങളുടെ നികുതി പണം ഇടനിലക്കാർ പരസ്യമായി കൊള്ളയടിക്കുമ്പോൾ ഇതിനു പിന്നിലെ യഥാർത്ഥ അഴിമതിക്കാരെ കണ്ടെത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഇടനിലക്കാരായ ഭൂമാഫിയകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നിലവിലെ മുറികളിൽ കൃത്യമായി കച്ചവടം നടത്തുന്ന യഥാർത്ഥ വ്യാപാരികൾക്ക് മുൻഗണന നൽകി മുറികൾ അടിയന്തരമായി റീടെൻഡർ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ശക്തമായ ആവശ്യം. പഞ്ചായത്തിന്റെ വരുമാന ചോർച്ച പൂർണ്ണമായും അടയ്ക്കാനും സുതാര്യത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള നാട്ടുകാരുടെ ഈ ആവശ്യങ്ങൾക്ക് നേരെ പഞ്ചായത്ത് അധികൃതർ മുഖം തിരിക്കുകയാണ്. ജനങ്ങളുടെ പണം പാഴാക്കുന്ന ഈ ക്രമക്കേടിനെതിരെയും പഞ്ചായത്ത് ഭരണസമിതിയുടെ നിസ്സംഗതയ്ക്കെതിരെയും വരും ദിവസങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരും പ്രതിപക്ഷ കക്ഷികളും തീരുമാനിച്ചിട്ടുള്ളത്. CCV ന്യൂസ്, ചേലക്കര. അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞാഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919.